നമസ്കാരം, ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം തലക്കെട്ടുകൾ. ചാലക്കുടിയിലെ അന്തർ സംസ്ഥാന പാതയിൽ അപകടാവസ്ഥയിലായ പാലത്തിന്റെ കേടുപാടുകൾ തീർക്കുന്ന പ്രവൃത്തികൾ ഇനിയും ആരംഭിച്ചില്ല. പാലത്തിന്റെ അടിഭാഗത്തെ സംരക്ഷണ ഭിത്തി ഇളകിയ നിലയിൽ. ഗുരുവായൂർ ദേവസ്വത്തിന്റെ ഗസ്റ്റ് ഹൌസ് ബുക്കിംഗ് എന്ന പേരിൽ വ്യാജ വെബ്സൈറ്റുകൾ വഴി ഭക്തരിൽ നിന്ന് പണം തട്ടുന്നുവെന്ന് പരാതി. പലർക്കും പണം നഷ്ടപ്പെട്ടെന്ന് കാണിച്ച് ദേവസ്വത്തിന് പരാതി ലഭിച്ചു. തൃശൂരിൽ LDFന്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. കോൺഗ്രസിലുണ്ടായ പൊട്ടിത്തെറി മുതലെടുക്കുമെന്ന് ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ. വാർത്തകൾ വിശദമായി. ചാലക്കുടിയിലെ അന്തർ സംസ്ഥാന പാതയിൽ അപകടാവസ്ഥയിലായ പാലത്തിന്റെ കേടുപാടുകൾ തീർക്കുന്ന പ്രവൃത്തികൾ ഇനിയും ആരംഭിച്ചില്ല. പാലത്തിന്റെ അടിഭാഗത്തെ സംരക്ഷണ ഭിത്തി ഇളകിയ നിലയിലാണ്. ഭാരവാഹനങ്ങൾക്ക് ഇതുവഴിയുള്ള ഗതാഗതം നിരോധിച്ചിട്ടുണ്ട്. എന്നാൽ KSRTC സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട്. പാലം തകർന്ന് അപകടമുണ്ടാകുമെന്ന അവസ്ഥയിലായിട്ടും ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്നും നടപടികളാകുന്നില്ലെന്നാണ് ആരോപണം. മലക്കപ്പാറ റോഡിൽ ആനക്കയത്തിനും അമ്പലപ്പാറയ്ക്കുമിടയിലുള്ള പാലമാണ് അപകടാവസ്ഥയിലായിരിക്കുന്നത്. ഇതേ തുടർന്ന് ഭാരവാഹനങ്ങൾക്ക് ഇതുവഴിയുള്ള ഗതാഗതം നിരോധിച്ചിട്ടുണ്ട്. എന്നാൽ KSRTC സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട്. പാലത്തിന്റെ അടിഭാഗത്തെ സംരക്ഷണ ഭിത്തി ഇളകിയ നിലയിലാണ്. നല്ലൊരു മഴ പെയ്താൽ മഴവെള്ളപ്പാച്ചിലിൽ പാലമിടിയാനുള്ള സാധ്യതയുണ്ട്. അപകടാവസ്ഥയിലായ പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ 10 ദിവസത്തിനുള്ളിൽ തീർക്കണമെന്ന് ഇക്കഴിഞ്ഞ 28-ന് ജില്ലാ കളക്ടർ ബന്ധപ്പെട്ടവർക്ക് കർശന നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ കളക്ടറുടെ നിർദ്ദേശം പാലിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം. മീഡിയ ടൈം, ചാലക്കുടി. ഗുരുവായൂർ ദേവസ്വത്തിന്റെ ഗസ്റ്റ് ഹൌസ് ബുക്കിംഗ് എന്ന പേരിൽ വ്യാജ വെബ്സൈറ്റുകൾ വഴി ഭക്തരിൽ നിന്ന് പണം തട്ടുന്നുവെന്ന് പരാതി. അടുത്തിടെ പലർക്കും പണം നഷ്ടപ്പെട്ടെന്ന് കാണിച്ച് ദേവസ്വത്തിന് പരാതി ലഭിച്ചു. ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ ഗുരുവായൂർ പോലീസിൽ പരാതി നൽകി. ഭക്തർ ജാഗ്രത പാലിക്കണമെന്ന് ദേവസ്വം അറിയിച്ചു. ഗുരുവായൂർ ദേവസ്വം .in എന്നതാണ് ദേവസ്വത്തിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ്. തൃശൂരിൽ LDFന്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. കോർപ്പറേഷനിലേക്കും ജില്ലാ പഞ്ചായത്തിലേക്കുമാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ കോൺഗ്രസിലുണ്ടായ പൊട്ടിത്തെറി മുതലെടുക്കുമെന്ന് ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ പറഞ്ഞു. തൃശൂർ കോർപ്പറേഷനിലെ 56 ഡിവിഷനുകളിൽ 38 എണ്ണം CPIM-നും 8 എണ്ണം CPI-ക്കുമാണ്. RJDക്ക് 3-ഉം കേരള കോൺഗ്രസ് മാണി വിഭാഗം JDS എന്നിവർക്ക് 2 വീതവും NCP കോൺഗ്രസ് S എന്നിവർക്ക് ഓരോ സീറ്റുമാണ് നൽകിയത്. തൃശൂർ കോർപ്പറേഷൻ CPIM ആകെ സീറ്റ് 56 CPIM 38, CPI 8, RJD 3, കേരള കോൺഗ്രസ് മാണി 2, JDS 2, NCP 1, കോൺഗ്രസ് S 1. ജില്ലാ പഞ്ചായത്തിലേക്ക് CPIM-ന് 18-ഉം CPI-ക്ക് 8-ഉം RJD, INL, കേരള കോൺഗ്രസ്, NCP എന്നിവർക്ക് ഓരോ സീറ്റ് വീതവും നൽകി. ജില്ലാ പഞ്ചായത്തിൽ CPIM 18, CPI 8, RJD, NCP, കേരള കോൺഗ്രസ് മാണി, INL 1 വീതം. കോർപ്പറേഷനിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ കോൺഗ്രസിലുണ്ടായ പൊട്ടിത്തെറി മുതലെടുക്കുമെന്ന് CPIM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ വ്യക്തമാക്കി. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യും. കോൺഗ്രസിൽ പലയിടങ്ങളിലും ഇനിയും അമർഷം നീറിപ്പുകയുകയാണെന്നും അബ്ദുൽ ഖാദർ പറഞ്ഞു. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയം വന്നതോടുകൂടി പല സ്ഥലങ്ങളിലും പൊട്ടിത്തെറി ഉണ്ടായിട്ടുണ്ട്. ഇനിയും പലയിടങ്ങളിലും അമർഷം നീറിപ്പുകയുന്നുണ്ട്. കോൺഗ്രസിലെ UDFിലെ അഭിപ്രായ ഭിന്നതകൾ മുതലെടുക്കുക ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ട് ചെയ്യും. അത് പലതരത്തിൽ ഞങ്ങളത് ചർച്ച ചെയ്യുന്നുണ്ട്. കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ DCC ജനറൽ സെക്രട്ടറി രവി ജോസ് താണിക്കൽ പാർട്ടി പദവികൾ രാജിവെച്ചിരുന്നു. ജോർജ് ചാണ്ടി, ഷോമി ഫ്രാൻസിസ് എന്നിവർ വിമതരായും മത്സരിക്കുകയാണ്. കൗൺസിലർ നിമ്മി റപ്പായി കഴിഞ്ഞ ദിവസം രാജിവെച്ച് LDFിൽ ചേർന്നിരുന്നു. ശ്രീനാരായണപുരം പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന 21 സ്ഥാനാർത്ഥികളെ UDF പ്രഖ്യാപിച്ചു. കൺവെൻഷൻ AICC സെക്രട്ടറി TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. ശബരിമല സ്വർണ്ണക്കൊള്ളയും PM ശ്രീയും ജനങ്ങൾ മറക്കില്ലെന്നും ഡിസംബർ 11-ന് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ തക്കതായ പ്രതികരണം ഉണ്ടാകുമെന്നും UDF ഉജ്ജ്വല വിജയം നേടുമെന്നും പ്രതാപൻ പറഞ്ഞു. ഈ PM ശ്രീ പദ്ധതി നടപ്പിലാക്കി കഴിഞ്ഞാൽ ഉണ്ടാകാൻ വേണ്ടി പോകുന്നത് ഇപ്പൊ ആ സ്കൂളിന്റെ പെയിന്റ് വ്യത്യസ്തമായ നിറത്തിലാണ്. ആ സ്കൂളിന്റെ നിറം കാവി നിറമായി മാറും. ആ സ്കൂളിൽ ഇപ്പൊ നമ്മൾ വേണമെങ്കിൽ അസംബ്ലിക്ക് വന്ദേ മാതരം പ്രാർത്ഥന ചൊല്ലുന്നുണ്ടാകും.
അല്ലെങ്കിൽ മതമേതെങ്കിലും ആകട്ടെ, മനുഷ്യൻ നന്നാവട്ടെ എന്നുള്ള പ്രാർത്ഥന ചൊല്ലുന്നുണ്ടാകും. അസംബ്ലി പിരിയുമ്പോൾ ജനഗണമന ദേശീയഗാനം ചൊല്ലുന്നുണ്ടാകും. പക്ഷെ BMC പദ്ധതി RSSും BJPയും സംഘപരിവാറും നടപ്പിലാക്കുന്ന PMC എന്ന് പറയുന്ന വിദ്യാഭ്യാസ പദ്ധതി വരുന്നതോടുകൂടി എടവിലങ്ങ് മുഹമ്മദ് അബ്ദുൽ ഖാൻ സാഹിബ് മെമ്മോറിയൽ സ്കൂള് പേര് തന്നെ അവർ മാറ്റും. അത് ഒരു പക്ഷേ സവർക്കർ മെമ്മോറിയൽ സ്കൂൾ എന്നായി മാറിയാൽ നിങ്ങൾ അത്ഭുതപ്പെടേണ്ട. സ്കൂളിന്റെ നിറമൊക്കെ കാവ്യ നിറമായി മാറും. സ്കൂളിന് മുന്നിൽ ഉയർത്താൻ പോകുന്ന കൊടി ദേശീയ പതാകയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പതാകയാകില്ല. RSSന്റെ ഹിന്ദു മഹാസഭയുടെ പഴയ കാവ്യക്കൊടി, ബജ്രംഗദളിന്റെ കൊടി അവിടെ ഉയർന്നാൽ അത്ഭുതപ്പെടേണ്ട. UDF മണ്ഡലം ചെയർമാൻ K. സിറാജ് അധ്യക്ഷത വഹിച്ചു. KPCC നിർവാഹക സമിതി അംഗം MK അബ്ദുൾ സലാം മുഖ്യപ്രഭാഷണം നടത്തി. കൊടുങ്ങല്ലൂരിലെ മുനിസിപ്പൽ ADF തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് OK ഹാളിന് സമീപം അഡ്വക്കേറ്റ് VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ 9.5 വർഷക്കാലം പിന്നിടുന്ന ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള വികസനപരവും അതുപോലെ തന്നെ ക്ഷേമപരവുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഈ 5 വർഷക്കാലം പൂർത്തീകരിച്ചുകൊണ്ട് ഈ കൊടുങ്ങല്ലൂർ നഗരസഭയിൽ ശ്രീമതി സഖാവ് ഗീതേച്ചിയുടെയും സഖാവ് ഷിനിജയുടെയും നേതൃത്വത്തിലുള്ള ഭരണസമിതി ഈ 5 വർഷക്കാലം ഈ കൊടുങ്ങല്ലൂർ നഗരസഭയിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അധികാരത്തിലേറ്റുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. KR ജൈത്രൻ അധ്യക്ഷത വഹിച്ചു. TA മുസ്താഖ് അലി, KS കൈസാബ്, PP സുഭാഷ്, PB ഖൈസ്, TP പ്രബേഷ്, അഷ്റഫ് സബാൻ, CK രാമനാഥൻ എന്നിവർ പ്രസംഗിച്ചു. തിങ്കളാഴ്ച രാവിലെ LDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. ചൊവ്വാഴ്ച നോമിനേഷൻ നൽകുമെന്ന് നേതാക്കൾ അറിയിച്ചു. കവിയും ചിത്രകാരനും റാപ്പ് ഗായകനുമായ സുബ്ബമണി തയ്യാറാക്കിയ 2 പുസ്തകങ്ങളുടെ പ്രകാശനം കുഴിക്കാട്ടുശ്ശേരി ഗ്രാമികയിൽ നടന്നു. മലയാളത്തിലെ നാടൻപാട്ട് രംഗത്തെ 20 പ്രമുഖരുടെ 56 പാട്ടുകൾ അടങ്ങുന്ന പാട്ടും പറച്ചിലും പുസ്തകം മുൻ ഫോക്ലോർ അക്കാദമി ചെയർമാനും പ്രമുഖ നാടൻപാട്ട് കലാകാരനുമായ CJ കുട്ടപ്പൻ പ്രകാശനം ചെയ്തു. ഉണ്ണിമായ KV ഏറ്റുവാങ്ങി. രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക വെളിപാടുകളുടെ കാഴ്ചപ്പാടുകളുടെ പ്രശ്നമാണ് അനിവാര്യമായി പ്രകടമാകുന്നത്. അത് ഈ പുസ്തകത്തിൽ ഞാൻ കാണുന്നു. പല പാട്ടുകളിലൂടെയും ഞാനത് കേൾക്കുന്നു. അതിൽ കേരളത്തിൽ നിന്ന് അറിയപ്പെടുന്ന ഒട്ടനവധി പാട്ടുകൾ 989 999 98 കാലയളവ് എൻ്റെ ഓർമ്മയിൽ ഞാൻ DB കോളേജിൽ ചെല്ലുമ്പോൾ അന്നത്തെ അവിടുത്തെ വിദ്യാർത്ഥികളിൽ 2 പേരാണ് ബാലതീയുമായി. സുബ്ബമണിയും കുട്ടിയോളും കുട്ടികളുടെ പുസ്തകത്തിന്റെ പ്രകാശനം കലാഭവൻ മണികണ്ഠൻ വിഘ്നേഷിന് നൽകി നിർവഹിച്ചു. ഗ്രാമിക പ്രസിഡന്റ് PK കിട്ടൻ അധ്യക്ഷനായി. കവി കണ്ണൻ സിദ്ധാർത്ഥ് പുസ്തക പരിചയം നടത്തി. VK ശ്രീധരൻ, രഞ്ജിനി ഷൈൻകുമാർ, ഡോക്ടർ MK മുകുന്ദൻ, EK മോഹൻദാസ്, സുബ്ബമണി എന്നിവർ സംസാരിച്ചു. അമേരിക്കയിലെ നാഷണൽ എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ NASA സന്ദർശിക്കുവാൻ മാള ഡോക്ടർ രാജു ഡേവിസ് ഇന്റർനാഷണൽ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് അവസരം ലഭിച്ചു. 30ഓളം വിദ്യാർത്ഥികൾക്കും 4 അധ്യാപകർക്കുമാണ് സന്ദർശനാനുമതി ലഭിച്ചത്. നാസയിലെ റോക്കറ്റ് വിക്ഷേപണവും ലാബുകളുടെ സന്ദർശനവും കൂടാതെ അവിടുത്തെ പ്രഗത്ഭരുടെ ക്ലാസുകളും 2 ദിവസത്തെ NASA സന്ദർശനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നാസയുടെ സ്പേസ് ഷട്ടിൽ മിഷനിൽ പങ്കെടുക്കുകയും 4 തവണ സ്പേസ് വാക്ക് നടത്തുകയും ചെയ്ത അസ്ട്രോണറ്റ് മാർക്ക് കെല്ലിയുമായി വിദ്യാർത്ഥികൾക്ക് മുഖാമുഖത്തിന് അവസരം ലഭിച്ചു. സ്പേസ് മിഷനെക്കുറിച്ച് ക്ലാസ് എടുക്കുകയും അദ്ദേഹം ഒപ്പിട്ട സർട്ടിഫിക്കറ്റ് വിതരണം നടത്തുകയും ചെയ്തു. റോക്കറ്റ് വിക്ഷേപണം, അസ്ട്രോനോട്ട് ട്രെയിനിംഗ് എക്സ്പീരിയൻസ്, സ്റ്റിമുലേറ്റിംഗ് എക്സ്പീരിയൻസ് എന്നിവയും വിദ്യാർത്ഥികൾ ആസ്വദിച്ചു. ചെയർമാൻ ഡോക്ടർ രാജു ഡേവിസ് പെരേപ്പാടൻ, ഡയറക്ടർ അന്നാഗ്രേസ് രാജു, അധ്യാപകരായ രമേശൻ, യതീഷ എന്നിവർ സംഘത്തിന് നേതൃത്വം നൽകുന്നു. മാളയിലെ മെറ്റ്സ് എഡ്യൂക്കേഷണൽ എക്സലൻസ് അവാർഡ്സ് 2025 വിതരണം ചെയ്തു. ട്രസ്റ്റിന്റെ ചെയർമാൻ ഡോക്ടർ ഷാജു ആന്റണി ഐനിക്കൽ അധ്യക്ഷത വഹിച്ചു.
ഉദ്ഘാടനം തൃശൂർ റേഞ്ച് ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് ഹരിശങ്കർ IPS നിർവഹിച്ചു. Education Excellence Award. Generally, we feel that students are being honored. Unfortunately, during the schooling days, most of the time that we spend are in the school with the teacher fraternity and the peer group, and which is much more than the time that we would spend with our parents. And the building blocks of a student's character, as the cliche says, is basically built at school by the teachers and their friends. But unfortunately, when always success is celebrated, we often see the students being honored and the building blocks being ignored. I'm happy that the Met Group of institutions have taken up this opportunity and shown this compassion and gesture to the actual building blocks who are actually behind the success of every team. And I am not an education expert in any way. The only exposure that I have had in education is that I have been able to study in some of the best schools and colleges, and I have been able to interact with some of the best students and best faculty. തിരുവനന്തപുരം കേരള ലോ അക്കാദമി ഡയറക്ടർ പ്രൊഫസർ KC സണ്ണി ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. വിവിധ വിഭാഗങ്ങളിലായി തിരഞ്ഞെടുത്ത സീനിയർ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽമാരെയും അധ്യാപകരെയും ചടങ്ങിൽ ആദരിച്ചു. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഇന്റഗ്രേറ്റഡ് MCAയിൽ 2ാം റാങ്ക് കരസ്ഥമാക്കിയ അസിസ്റ്റന്റ് പ്രൊഫസർമാരായ നാസിഹ ജമാൽ, ആരതി പണിക്കർ, മെറ്റ്സ് സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് പ്രൊഫസർ സംഗീത ഗോപാൽ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചാലക്കുടിയിലെ അന്തർ സംസ്ഥാന പാതയിൽ അപകടാവസ്ഥയിലായ പാലത്തിന്റെ കേടുപാടുകൾ തീർക്കുന്ന പ്രവൃത്തികൾ ഇനിയും ആരംഭിച്ചില്ല. പാലത്തിന്റെ അടിഭാഗത്തെ സംരക്ഷണ ഭിത്തി ഇളകിയ നിലയിൽ. ഗുരുവായൂർ ദേവസ്വത്തിന്റെ ഗസ്റ്റ് ഹൌസ് ബുക്കിംഗ് എന്ന പേരിൽ വ്യാജ വെബ്സൈറ്റുകൾ വഴി ഭക്തരിൽ നിന്ന് പണം തട്ടുന്നുവെന്ന് പരാതി. പലർക്കും പണം നഷ്ടപ്പെട്ടെന്ന് കാണിച്ച് ദേവസ്വത്തിന് പരാതി ലഭിച്ചു. തൃശൂരിൽ LDFന്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. കോൺഗ്രസിലുണ്ടായ പൊട്ടിത്തെറി മുതലെടുക്കുമെന്ന് ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.